എന്നിട്ട് വെറുതെ കാതടച്ച് വെടിവെക്കുന്ന പോലെ, നേൽ നോക്കി വെടിവെക്കുന്ന പോലെ വെറുതെ ഒരു നേൽ നോക്കി വെടിവെച്ചിട്ട് ഒരു വെല്ലുവിളി എടക്കരയിലെ സലീം സുല്ലമി എന്ന് പറയുന്ന KNMൻ്റെ നേതാവിനോട് പറയുകയാണ്, താങ്കൾ സംവാദത്തിന് തയ്യാറാകണം. റസാഖ് സുല്ലമിയോട് വെല്ലുവിളി, താങ്കൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തി ഈ വിഷയത്തിൽ സംവാദം ഉണ്ടാക്കണം. എൻ്റെ പങ്കക്ക് സംവാദം ഇപ്പം ഉണ്ടാക്കണം എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഹനീഫ് കായക്കൊടി കേരള ജമിയത്തിൻ്റെ സെക്രട്ടറി സൂറത്ത് ജിന്ന് 72-ാം അധ്യായം 6-ാമത്തെ ആയത്ത് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. വാദിയിലൂടെ സഞ്ചരിക്കുന്ന മക്കത്തെ മുശ്രിക്കുകൾ അവിടെ പ്രസൻ്റ് ഉണ്ട്, ഹാജറുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ജിന്ന് ക്യാപ്റ്റനോട്, അവിടുത്തെ വാദിയിലെ സയ്യിദ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ഭൗതികമായ സഹായം തേടി. എന്താ ഭൗതികമായ സഹായം? ഞങ്ങൾ കുട്ടികളും മക്കളും ഇതിലൂടെ പോവുകയാണ്, നിങ്ങളെ ചോട്ട ശൈത്താന്മാർ ഞങ്ങളെ സമ്പത്ത് നമ്മളെ മക്കളെ ഉപദ്രവിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ അവരോട് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ എന്ന് പറയണമെന്ന് സഹായം തേടിയത് തികച്ചും ഭൗതികമായ സഹായത്തേട്ടം. ഇതിനെക്കുറിച്ച് അള്ളാഹു തആല ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഷിയാബ് ചോറ്റൂർ നടന്ന് ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോയ സമയത്ത് ഷിയാബ് ചോറ്റൂർ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ് പാകിസ്ഥാനിൽ കയറിയപ്പോൾ അവിടെ അപേക്ഷ കൊടുത്തു, എന്താ, ഞാൻ ഈ രാജ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ ബോർഡർ കഴിയുന്നവരെ എനിക്ക് നിങ്ങൾ സേഫ്റ്റി പ്രൊട്ടക്ഷൻ തരണം. ഇതുപോലുള്ളൊരു സഹായത്തേട്ടത് ശിർക്ക അല്ല, അതുപോലെയാണ് തേടിയത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വത്തിൻ്റെ അടിസ്ഥാന ഐഡിയോളജിയെ തകർക്കുന്ന അല്ലെങ്കിൽ അത് ശിർക്കാണെന്ന് ബോധ്യമാക്കുന്ന ഈ ആയത്ത് വെച്ച് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഹനീഫ് കായക്കൊടി വെല്ലുവിളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ കേരള ജമിയത്തുലമയുടെ കത്ത് തന്നാൽ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞിപ്പോൾ വരികയാണ്. ഹനീഫ് കായക്കൊടി ചോദിച്ചു, നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പരപ്പനങ്ങാടി പറഞ്ഞു 100 വട്ടം തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്. അപ്പോൾ ISMന്റെ കത്തിട്ട് വന്നു, പോരാ, നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? നിങ്ങൾ KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി വെല്ലുവിളിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഔദ്യോഗിക പണ്ഡിത സഭയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് ISM പോരാ. ഇവിടെ എന്താണ്, മറ്റേ അസന്റെ ആൾ വന്നിട്ട് സംവാദത്തിന് വെച്ചപ്പോൾ പിന്നെ കൊമ്പ് വളർന്നിട്ട് ഇത് പോരാ, അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരെ കത്ത് വരികയെന്നല്ല ചോദിച്ചത് അല്ലേ? ഇവിടെ മുഖാമുഖത്തിൽ അസന്റെ ആൾക്കാർ വന്ന് ചോദിച്ചു സംവാദത്തിനുണ്ടോ, പറഞ്ഞ നിങ്ങൾ സമസ്തന്റെ കത്തുമായിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് ISMന്റെ കത്തേറ്റ് നിങ്ങൾ പിന്നെ തടി തപ്പാൻ നോക്കണ്ട. നമ്മൾ ചോദിച്ചു, KJU കത്ത് തരണം. നിങ്ങൾ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ കത്തു തരണം. വിഷ്ടംകാര് അന്ന് AP ഭാഗത്തിലെ നൗഷാദ് ഹസനായിട്ടും എത്ര ആൾക്കാരായിട്ടും ഒരു ലെറ്റർ ബോർഡുമില്ല, സീലുമില്ല, സംഘടനയില്ല, എത്ര സംവാദം നടത്തി. ഇപ്പോൾ ജമിയത്തുലമയുടെ കത്ത്, അപ്പം ജമിയത്തുലമയുടെ കത്തൊരിക്കലും അങ്ങനെ ഒരു പണ്ഡിത സഭക്ക്, അങ്ങനെ ഒരു പണ്ഡിത സഭ നേരിട്ട് വെല്ലുവിളിക്കല്ലാതെ എവിടെയെങ്കിലും അങ്ങാടി വെല്ലുവിളിച്ചിന് കൊടുക്കൂല. ISMന്റെ കത്ത് കൊടുത്തു സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചില്ല. ജമിയത്തുലമയുടെ കത്ത് തന്നെ വേണം. അപ്പം എന്താ, കിട്ടാത്തൊരു സാധനം ചോദിച്ചാൽ സംവാദം നടക്കൂല എന്ന് നമുക്കറിയാം. അതിനു വേണ്ടി ഉരുക്കളിച്ചാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റെടുത്തല്ലോ, ഏറ്റെടുത്തത് ഇനി ഏറ്റെടുത്ത കാര്യം അതിന്റെ കാര്യങ്ങൾ മുറക്ക് നടക്കുക എന്നതല്ലാതെ അതിന്റെ ഇടയിൽ എന്തിനൊരു കത്ത്? ഇനി കത്ത് വേണോ? കത്ത് നിർബന്ധമാണെങ്കിൽ ആരാവശ്യപ്പെടണം? ഇവരുടെ പണ്ഡിത സഭ ആവശ്യപ്പെടണ്ടേ? എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത്? എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത്? KJUവിന്റെ ചരിത്രം പഠിക്കാത്ത ആളെങ്ങനെ KJUവിന്റെ സെക്രട്ടറി ആകുക? അതുകൊണ്ട് വേഗം KJU മീറ്റിംഗ് കൂടി ഇത് തീരുമാനം ഉണ്ടാക്കണം. ഇത് മുജാഹിദീങ്ങൾ വിടൂല. നിങ്ങൾ KJU എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഈ പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അവഹേളിക്കരുത്. അതുപോലെ കിടക്കണ വെല്ലുവിളി അത് ഏറ്റെടുക്കുക. സാജിദ് തിരങ്ങാടി എന്ന ഞാൻ 2012 മുതൽ 2020 വരെ നിങ്ങളുടെ കൂടെ സജീവമായും പിന്നീട് 2024 വരെ ഭാഗികമായും സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. പ്രഭാഷണ രംഗത്തും മറുപടി പ്രസംഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിപ്പിച്ച ഈ റുഖ്യ ശറയുടെ മറവിലുള്ള ജിന്ന് ചികിത്സ, ജിന്ന് ബാധ ചികിത്സ, ജിന്നറക്കൽ ചികിത്സ, മർദ്ദനമുറകൾ, അനിസ്ലാമിക ചികിത്സാ രീതികൾ, ഇത് മുഴുവനും നിങ്ങളാണ് പഠിപ്പിച്ചത്. നിങ്ങളാണ് അതിൻ്റെ ഐഡിയോളജി ഉണ്ടാക്കിയത്. അതിനുവേണ്ടി റാക്കിമാരെ സൃഷ്ടിച്ചത് നിങ്ങളാണ്. റാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നിങ്ങളാണ്. അതിന് വേണ്ട നോട്ട്സ് തന്നത് നിങ്ങളാണ്. അതിന് വേണ്ട കഥകളും അതുപോലെ തന്നെ കിസ്സകളൊക്കെ പറഞ്ഞത് നിങ്ങളാണ് എന്ന് വ്യക്തമായി ഞാൻ പറയുകയും
ഈ ചികിത്സ കൊണ്ട് കേരളത്തിലുണ്ടായ ഷിർക്കിൻ്റെ അപകടങ്ങളും ബിദാത്തിൻ്റെ അപകടങ്ങളും ഹറാമുകളുടെ അപകടങ്ങളും അതുപോലെ തന്നെ കുഫറിൻ്റെ അപകടങ്ങളും അനിസ്ലാമിക രീതികളും ഞാൻ വിശദീകരിച്ചു. രേഖാമൂലം ഞാൻ സംസാരിച്ചു, വീഡിയോസ് വിട്ടു, ശബ്ദരേഖ വിട്ടു. ബാലുശ്ശേരിയുടെ വീട്ടിൽ നടന്ന ചികിത്സ, ഹാരിസ് കാക്കയുടെ വീട്ടിൽ നടന്ന ചികിത്സ, കൂക്കുംവിളി ഉൾപ്പെടെ ഞാൻ കേൾപ്പിച്ചു.